എനിക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നല്ല നല്ല കോളേജുകൾ അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് കേരളത്തിനുള്ളിലും കേരളത്തിന് വെളിയിലും ഉള്ളത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ കുറേ ആളുകൾക്ക് കുറേ കോളേജസും കാര്യങ്ങളൊക്കെ എൻ്റെ അറിവ് വെച്ചിട്ടുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നവർക്കും അതല്ലാതെ നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാനിത് ഒരു പുതിയ പ്ലേലിസ്റ്റ് നമ്മുടെ ഈ ഒരു ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ കോളേജസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കർണാടകയാണ്. കർണാടകയിൽ തന്നെ ബാംഗ്ലൂരും അതിന് നിയർ ബൈ വരുന്ന പ്ലേസുകളിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. അത്തരത്തിൽ കർണാടകയിൽ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് അവിടുത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ കോളേജിൻ്റെ പേരാണ് ശ്രീ ദേവരാജ URS മെഡിക്കൽ കോളേജ്. കർണാടകയിലെ തന്നെ ഏറ്റവും മികച്ച പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് ഈ പറയുന്ന ദേവരാജ URS മെഡിക്കൽ കോളേജ്. BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവ അവൈലബിൾ ആണ്. കേരളത്തിൽ നിന്നുള്ള ധാരാളം കുട്ടികൾ ഈ പറയുന്ന കോളേജിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കോളേജിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു കോളേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് ഇവരുടെ കോഴ്സ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് വരുന്നത്, അതായത് ഈ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 65-70 കിലോമീറ്റർ മാറി കോലാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്യാമ്പസ് വരുന്നത്. ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കർണാടകയിൽ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസുകളിലൊന്നായിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം 100 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന അതിവിപുലമായ ഒരു ക്യാമ്പസാണ് ഇവർക്കുള്ളത്. ആ ഒരു ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് ഇവരുടെ ഈ ഹോസ്പിറ്റൽ, ക്ലാസ് റൂംസ്, ഹോസ്റ്റൽസ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന് പുറത്തുനിന്നുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മളവിടെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇവർ ഈ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1986-ലാണ്. ഇതിൻ്റെ ഒരു ഇയർ പറയാനുള്ള പ്രധാന കാരണം ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ ഇവർക്ക് ഉണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ കേരള സ്റ്റൈലിൽ തന്നെ കുറേയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ റീഫ്രഷ്മെൻറ്റ് കാര്യങ്ങൾ, അവരുടെ ഒരു റിലാക്സേഷൻ ആവശ്യമുള്ള ആക്ടിവിറ്റികളും ഇവിടെയുണ്ട്. അതായത് സ്പോർട്സ് ഏരിയ വരുന്നുണ്ട്, സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്, ജിമ്മ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലൈബ്രറി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവൻറ്റ്സൊക്കെ നടക്കുന്ന സമയങ്ങളിൽ ഓണം അതുപോലെ മറ്റ് ഇവൻറ്റ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാനും അതിന് എൻജോയ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ആ രീതിയിലും ഇത് ഓക്കെയാണ്. അതായത് പഠനത്തോടൊപ്പം തന്നെ ഇത്തരമുള്ള ആക്ടിവിറ്റികളും ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇതിൽ വരുന്നുണ്ട്. അടുത്തത് നമുക്ക് ഈ ഒരു കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും MBBS കോഴ്സുകളും അതുപോലെ തന്നെ നഴ്സിംഗ് കോഴ്സുകളും പാരാമെഡിക്കൽ കോഴ്സുകളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ MBBS കോഴ്സുകളെക്കുറിച്ച് സംസാരിക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോസ് വളരെ കുറച്ച് പേരാണ് അത് കാണുന്നുള്ളൂ. പ്രധാനമായിട്ടും നഴ്സിംഗ് പാരാമെഡിക്കലൊക്കെയാണ് കൂടുതൽ കാണുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. അതായത് ഇപ്പോൾ കർണാടകയിൽ നിങ്ങൾക്ക് എൻട്രൻസ് ടെസ്റ്റ് ഇല്ലാതെ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോളേജ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റി കോളേജ് ആയതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന നീറ്റോ അതിൻ്റെ KE പോലുള്ള എൻട്രൻസ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ. കോളേജ് നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ അഡ്മിഷൻസ് കിട്ടുന്നതാണ്. ഇവരുടെ BSc നഴ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് നഴ്സിങ്ങിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ഈ ക്യാമ്പസിനുള്ളിൽ വരുന്നുണ്ട്. ഇവരുടെ BSc നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് 1998-ലാണ്. 1998 സ്റ്റാർട്ട് ചെയ്തതിന് 1999 തന്നെ കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടുകയും 2001 INC-യുടെ അപ്രൂവേഷൻ കിട്ടുകയും ചെയ്തു. അതിന് ഇന്ന് വരെ അതിന് മാറ്റങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഞാൻ ഈ ഇയർ പറയുന്നത് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്, കേരളത്തിൻ്റെ വെളിയിലായിട്ട് നമ്മൾ നഴ്സിംഗ് പഠനത്തിന് പോകുമ്പോൾ ഇതിൻ്റെ ഈ INC അപ്രൂവലിനെ കുറിച്ചുള്ളത്. കാരണം കേരളത്തിൻ്റെ വെളിയിലോട്ട് പോകുമ്പോൾ ഒരുപാട് തട്ടിപ്പ് അതിൻ്റെ പേര് നടക്കുന്നുണ്ട്. ഈ അപ്രൂവൽ ഇല്ലാത്ത കോളേജിലൊക്കെ പഠിക്കുക അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നത്. ആ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഇവിടെ വരില്ല. കാരണം ഇവിടെ INC അപ്രൂവലും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെയും അപ്രൂവൽ ഇതിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വിധത്തിൽ ക്ലിയറാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നഴ്സിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ഇതിൻ്റെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയെക്കുറിച്ച്. മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ആ രീതിയിലും നമുക്ക് യാതൊരുവിധ പ്രോബ്ലം വരുന്നില്ല. പിന്നെ ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലും വേറെ പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ വരുന്നില്ല.
ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് നഴ്സിംഗ് കോഴ്സുകൾ എന്ന് പറയുന്നത് ജനറൽ നഴ്സിംഗ് ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് BSc നഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ നഴ്സിംഗ് എന്ന് പറയുന്നത് ഇവർ 1995 മുതൽ ഇവിടെ ജനറൽ നഴ്സിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നഴ്സിംഗ് എടുക്കുന്ന ആളുകൾ ഇവിടെ ഗേൾസ് ഓൺലി മാത്രമാണ് നഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നഴ്സിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലായിട്ട് നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അതും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോഴ്സ് ഫീയും മറ്റ് ഡീറ്റെയിൽസും അതാത് സമയത്ത് കോഴ്സ് ഫീയും ഡീറ്റെയിൽസും ഇതിൽ വാട്സപ്പ് ചെയ്ത് തരുന്നതാണ്. അടുത്തത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളാണ്. അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ളത് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനത് ഓരോന്ന് എടുത്തെടുത്ത് പറയാം, വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ അതിനു വേണ്ടി വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. BPharm പോലുള്ള കോഴ്സുകളും കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, അതായത് അപ്ഡേറ്റഡ് റേറ്റ് മറ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും അതുപോലെ തന്നെ ഏത് കോഴ്സാണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ശ്രീ ദേവരാജ മെഡിക്കൽ കോളേജിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കർണാടകയിൽ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോളേജ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ നമസ്കാരം.